പടവലി ഭാഗം 2-ലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സും അതിൻ്റെ റൈറ്റേഴ്സിൻ്റെ ഷോർട്ട് പ്രൊഫൈലും നമ്മൾ നോക്കി. അതേപോലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രലോഭനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ അർത്ഥങ്ങൾ നോക്കി. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള യുദ്ധത്തിൻ്റെ പരിണാമം, അതേപോലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അർത്ഥങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ പറയുന്നത് യുദ്ധത്തിൻ്റെ പരിണാമത്തെ അർത്ഥങ്ങളാണ് നോക്കാൻ പോകുന്നത്. അക്ഷയലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമില്ലാത്ത ലോകം, സ്വർഗം എന്നൊക്കെയാണ് അർത്ഥം. അശ്വഹിനി എന്ന് പറയുന്നത് ഒരു വലിയ സൈന്യ വിഭാഗമാണ്. അതിൽ 21,870 ആനകളും അത്ര തന്നെ തേരും, 65,610 കുതിരകളും 10,09,350 കാലാളും ചേർന്നതാണ് എന്ത് ഒരു അശ്വഹിനി എന്ന് പറയുന്നത്. അക്ഷയലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമില്ലാത്ത ലോകമാണ്, അതായത് സ്വർഗമാണ്. അശ്വഹിനി എന്ന് പറയുന്നത് ഒരു വലിയ സൈന്യ വിഭാഗമാണ്. അതിൽ 21,870 ആനകളും അത്ര തന്നെ തേരും, 65,610 കുതിരകളും 10,09,350 കാലാളും ചേർന്നതാണ് ഒരു അശ്വഹിനി എന്ന് പറയുന്നത്. അനുശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പനയാണ്. അനുശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പനയാണ്. അപാണ്ഡവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവർ ഇല്ലാതാകട്ടെ എന്നാണ് അർത്ഥം. അപാണ്ഡവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവർ ഇല്ലാതാകട്ടെ എന്നാണ് അർത്ഥം. അവജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ്, നിന്ദ എന്നൊക്കെയാണ് അർത്ഥം. അവജ്ഞ എന്താണ്? വെറുപ്പ്, നിന്ദ എന്നൊക്കെയാണ് അർത്ഥം. ഇനി അപാദിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് എന്നാണ് അർത്ഥം. അപാദിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് എന്നാണ് അർത്ഥം. ആഭിജാത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിജാതന്റെ ഭാവമാണ് കുലീനത എന്നൊക്കെയാണ് അർത്ഥം. എന്താ? ആഭിജാത്യം എന്നുള്ള വേർഡിന്റെ അർത്ഥമാണ് അഭിജാതന്റെ ഭാവം അല്ലെങ്കിൽ കുലീനത എന്ന് പറയുന്നത്. ഇത് നമുക്ക് 1 വേർഡിൽ ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ആഭിജാതന്റെ ഭാവം എന്ന് പറയുന്നത്. ആഭിജാതന്റെ ഭാവമാണ് എന്ത്? ആഭിജാത്യം. ഇനി ഹൃഷികേശൻ എന്ന് പറയുന്നത് ഹൃഷിയാണ്. ഹൃഷികേശൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ വിഷ്ണു ആണ്. ശ്രീകൃഷ്ണൻ വിഷ്ണു എന്നൊക്കെയാണ് എന്താ ഹൃഷികേശൻ എന്നുള്ള വേർഡിന്റെ അർത്ഥം. എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിഹാസമാണ്. എപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇതിഹാസമാണ്. അതേപോലെ കച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരം എന്നാണ് അർത്ഥം. കച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരം എന്നാണ് അർത്ഥം. കലാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം. കലാശം എന്താണ്? അവസാനം. കാപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരുഷമില്ലാത്തവൻ, നിന്ദ്യൻ എന്നൊക്കെയാണ് അർത്ഥം. കാപുരുഷൻ എന്താണ്? പൗരുഷമില്ലാത്തവൻ, നിന്ദ്യൻ എന്നൊക്കെയാണ് അർത്ഥം. ഈ 4 വേർഡ്സ് ഒന്നുകൂടെ പറയാം. ഹൃഷികേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ വിഷ്ണു എന്നൊക്കെയാണ് അർത്ഥം. എപ്പിക് എന്ന് പറയുന്നത് ഇതിഹാസമാണ്. കച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരമാണ്. കലാശം അവസാനമാണ്. കാപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരുഷമില്ലാത്തവൻ, നിന്ദ്യൻ എന്നൊക്കെയാണ് അർത്ഥം. കുലപാംസനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലം ദുഷിപ്പിക്കുന്നവനാണ്. കുലപാംസനൻ ആരാണ്? കുലം ദുഷിപ്പിക്കുന്നവനാണ്. ഇതും 1 വേർഡിൽ ചോദിക്കാം. കുലപാംസനൻ എന്താണ്? കുലം ദുഷിപ്പിക്കുന്നവനാണ്. കുശചീരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭയും മരവുരിയാണ്. കുശചീരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭയും മരവുരിയുമാണ്. കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്നത് വ്യാസമുനിയാണ്. കൃഷ്ണദ്വൈപായനൻ ആരാണ്? വ്യാസമുനിയാണ്. കോപാശ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപം കൊണ്ടുള്ള കണ്ണീരാണത്. കോപാശ്രു എന്ന് പറയുന്നത് കോപം കൊണ്ടുള്ള കണ്ണീരാണ്. ഇനി ഗുരുഗാദി എന്ന് പറയുന്നത് ഗുരുവിനെ കൊന്നവനാണ്. അപ്പോൾ ഗുരുവിനെ കൊന്നവൻ എന്നുള്ള വേർഡിന്റെ ഒറ്റ പദാണെന്ത്? ഗുരുവിനെ കൊന്നവൻ എന്നുള്ള വേർഡിന്റെ ഒറ്റപ്പദാണെന്ത്? ഗുരുഗാദി എന്ന് പറയുന്നത്. ചിരഞ്ജീവി എന്ന് പറയുന്നത് എക്കാലവും ജീവിച്ചിരിക്കുന്നവൻ, പ്രളയകാലം വരെ നിലനിൽക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ചിരഞ്ജീവി ആരാണ്? എക്കാലവും ജീവിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ പ്രളയകാലം വരെ നിലനിൽക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ചൂടാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വത്ഥാമാവിന്റെ തലയിലുള്ള ഒരു രത്നമാണ് ചൂടാമണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിരസിൽ അണിയുന്ന രത്നം എന്നും അർത്ഥമുണ്ട് ചൂടാമണിക്ക്. ഈ ചൂടാമണിയുടെ ഡാ ശ്രദ്ധിച്ചോളണം. ചൂടാമണിയുടെ ഡാ എന്ന് പറയുന്നത് സാ എന്നുള്ള വേർഡിനെ തിരിച്ചിട്ടുള്ള ഡാ ഇല്ലേ, അതായത് ആ കെട്ടില്ലാത്ത ഡായാണെന്ത്? ചൂടാമണിയുടെ ഡാ എന്ന് പറയുന്നത്. ചൈതന്യം എന്ന് പറയുന്നത് വീര്യമാണ്. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. അക്ഷയലോകം എന്ന് പറയുന്നത് നാശമില്ലാത്ത ലോകം, സ്വർഗം എന്നൊക്കെയാണ് അർത്ഥം. അശ്വഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സൈന്യ വിഭാഗമാണ്. അതിൽ 21,870 ആനകളും അത്ര തന്നെ തേരും, 65,610 കുതിരകളും 10,09,350 കാലാളും ചേർന്നതാണ് ഒരു അശ്വഹിനി എന്ന് പറയുന്നത്. അനുശാസനം എന്ന് പറയുന്നത് കൽപ്പനയാണ്. അപാണ്ഡവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവർ ഇല്ലാതാകട്ടെ എന്നാണ് അർത്ഥം. അവജ്ഞ എന്ന് പറയുന്നത് വെറുപ്പ്, നിന്ദ എന്നൊക്കെയാണ് അർത്ഥം. അപാദപിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് എന്നാണ് അർത്ഥം. ആഭിജാത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിജാതന്റെ ഭാവമാണ് എന്ത്? ആഭിജാത്യം എന്ന് പറയുന്നത് പിന്നെന്താണ്? കുലീനത എന്നും അർത്ഥമുണ്ട്. ഹൃഷികേശൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ അഥവാ വിഷ്ണു എന്നൊക്കെയാണ് അർത്ഥം. എപ്പിക് എന്ന് പറയുന്നത് ഇതിഹാസമാണ്. കച്ചം എന്ന് പറയുന്നത് തീരമാണ്. കലാശം എന്ന് പറയുന്നത് അവസാനം എന്നാണ് അർത്ഥം. കാപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരുഷമില്ലാത്തവൻ അല്ലെങ്കിൽ നിന്ദ്യൻ എന്നാണ് അർത്ഥം.
കുലപാംസനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലം ദുഷിപ്പിക്കുന്നവനാണ് എന്ത് കുലപാംസനൻ. കുശചീരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭയും മരവുരിയുമാണ്. കൃഷ്ണദ്വൈപായനൻ വ്യാസമുനിയാണ്. കോപാശ്രു കോപം കൊണ്ടുള്ള കണ്ണീരാണ്. ഗുരുഗാദി ഗുരുവിനെ കൊന്നവൻ. ചിരഞ്ജീവി എക്കാലവും ജീവിച്ചിരിക്കുന്നവൻ, പ്രളയകാലം വരെ നിലനിൽക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ചൂടാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വത്ഥാമാവിന്റെ തലയിലുള്ള ഒരു രത്നമാണ്, അല്ലെങ്കിൽ ശിരസിൽ അണിയുന്ന രത്നത്തിന് എന്ത് പറയാം, ചൂടാമണി എന്ന് പറയാം. ചൈതന്യം എന്ന് പറയുന്നത് വീര്യമാണ്. ചൈതന്യം എന്താണ്, വീര്യമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത അർത്ഥം നോക്കാം. ദുരാത്മാവ് എന്ന് പറയുന്നത് ദുഷ്ടൻ, ദുർബുദ്ധി, വഷളൻ എന്നൊക്കെയാണ് അർത്ഥം. ദുരാത്മാവ് എന്ന് പറയുന്നത് എന്താണ്, ദുഷ്ടൻ, ദുർബുദ്ധി, വഷളൻ എന്നൊക്കെയാണ് അർത്ഥം. ദേവത നവനാഗ രക്ഷ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ, അസുരന്മാർ, പാമ്പുകൾ, രാക്ഷസന്മാർ തുടങ്ങിയവരാണ്. എന്താണ് നവനാഗ രക്ഷപ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ, അസുരന്മാർ, പാമ്പുകൾ, രാക്ഷസന്മാർ തുടങ്ങിയവർ എന്നൊക്കെയാണ് അർത്ഥം. ഇനി നിർവേദം എന്ന് പറയുന്നത് ഒന്നിനോടും മമതയില്ലായ്മയാണെന്ത് നിർവേദം എന്ന് പറയുന്നത്. ഒന്നിനോടും മമതയില്ലായ്മയാണെന്ത് നിർവേദം. നിരാമയൻ എന്ന് പറയുന്നത് ദുഃഖമില്ലാത്തവനാണ്, ഈശ്വരനാണ്. നിരാമയൻ ആരാണ്, ദുഃഖമില്ലാത്തവൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷാപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷാപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷത്തോട് മാത്രം ചേരുന്നതിനാണ് എന്ത് പറയുന്നത്, പക്ഷാപാതം എന്ന് പറയുന്നത്. പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിമയാണ്. പ്രമാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ എന്നൊക്കെയാണ് അർത്ഥം. പ്രമാദം എന്നുള്ള വേർഡിനർത്ഥം. പ്രമാദം എന്തൊക്കെയാണ്, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. ഇനി പ്രയോഗവേഷം കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭ വിരിച്ച് അതിൽ കിടന്ന് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, പ്രയോഗവേഷം കൊള്ളുക എന്ന് പറയുന്നത്. പ്രയോഗവേഷം കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭ വിരിച്ച് അതിൽ കിടന്ന് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക എന്നാണ് അർത്ഥം. ഭാഗീരഥി കച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയുടെ തീരാണ്. ഭാഗീരഥി കച്ച് എന്ന് പറയുന്നത് എന്താണ്, ഗംഗയുടെ തീരാണ്. ഇനി മഹാരഥൻ എന്ന് പറയുന്നത് ആരാണ്, മഹാരഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ത്രശസ്ത്ര പ്രവീണനായിട്ട് 10,000 വില്ലാളികളോട് ഏകനായി നിന്ന് പൊരുന്നവനാണ് ആര്, മഹാരഥൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ വേർഡ്സ് ഒന്നുകൂടെ ഓടിച്ചു പറയാം. ദുരാത്മാവ് എന്ന് പറയുന്നത് ദുഷ്ടൻ, വഷളൻ, ദുർബുദ്ധി എന്നൊക്കെയാണ് അർത്ഥം. രക്ഷപ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ, അസുരന്മാർ, പാമ്പുകൾ, രാക്ഷസന്മാർ തുടങ്ങിയവർ എന്നാണ് അർത്ഥം. നിർവേദം എന്ന് പറയുന്നത് ഒന്നിനോടും മമതയില്ലായ്മയാണ്. നിരാമയൻ ദുഃഖമില്ലാത്തവൻ അഥവാ ഈശ്വരൻ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷാപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷത്തോട് മാത്രം ചേരലാണ്. പ്രഭാവം എന്ന് പറയുന്നത് മഹിമയാണ്. പ്രമാദം എന്ന് പറയുന്നത് വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ എന്നൊക്കെയാണ് അർത്ഥം. പ്രായോപവേഷം കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭ വിരിച്ച് അതിൽ കിടന്ന് മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുക എന്നാണ് അർത്ഥം. ഭാഗീരഥി കച്ച് എന്ന് പറയുന്നത് ഗംഗയുടെ തീരമാണ്. കച്ച് മോളുടെ തീരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാരഥൻ എന്ന് പറയുന്നത് അസ്ത്രശസ്ത്ര പ്രവീണനായി 10,000 വില്ലാളികളോട് ഏകനായി നിന്ന് പൊരുതുന്ന ആളാണ് ആര്, മഹാരഥൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വേർഡ്സ് നോക്കാം. മൂലോച്ഛേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരോടെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ത്, മൂലോച്ഛേദം എന്ന് പറയുന്നത്. ഇനി യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗമാണ്. യുദ്ധശ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്ത് തളർന്നവനാണ് എന്ത്, യുദ്ധശ്രാന്തൻ എന്ന് പറയുന്നത്. വയോവീരോത്സാഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ്, വീര്യം, ഉത്സാഹം എന്നാണ് അർത്ഥം. വയസ്സ്, വീര്യം, ഉത്സാഹം എന്നിവ ചേർന്നാണ് എന്ത്, വയോവീരോത്സാഹങ്ങൾ എന്ന് പറയുന്നത്. വ്യഥിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിതനാണ്. വ്യഥിതൻ എന്താണ്, ദുഃഖിതനാണ്. ശസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധമാണ്. ശസ്ത്രവ്യാധി ക്ഷുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം, രോഗം, വിശപ്പ് എന്നിവയാണ്. അപ്പോൾ ശസ്ത്രവ്യാധി ക്ഷുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, ആയുധം, രോഗം, വിശപ്പ് എന്നൊക്കെയാണ് അർത്ഥം. വയോവീരോത്സാഹങ്ങൾ എന്തായിരുന്നു, വയസ്സ്, വീര്യം, ഉത്സാഹം എന്നിവയാണ്. ശിബിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടകുടീരമാണ്. എന്ത്, ശിബിരം എന്ന് പറയുന്നത്. ശിബിരം എന്താണ്, പടകുടീരമാണ്. സഞ്ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൃതരാഷ്ട്രരുടെ മന്ത്രിയാണ് ആര്, സഞ്ജയൻ എന്ന് പറയുന്നത്. സത്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ്. ഇതിന് മുമ്പ് നമ്മൾ ആശു അതേപോലെ ജഡതി എന്നുള്ള വേർഡ്സിനൊക്കെ എന്താണ്, പെട്ടെന്നുള്ള അർത്ഥമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, പെട്ടെന്ന് എന്നാണ് അർത്ഥം. അതേപോലെ അടുത്തത് സാനുജൻ എന്ന് പറയുന്നത് അനുജനോടൊപ്പം എന്നാണ് അർത്ഥം. സാനുജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അനുജനോടൊപ്പം എന്നാണ് അർത്ഥം. സുഹൃത ലോകം എന്ന് പറയുന്നത് പുണ്യം ചെയ്തവരുടെ ലോകമാണ്. സുഹൃത ലോകം എന്താണ്, പുണ്യം ചെയ്തവരുടെ ലോകമാണ്. സുദുർലഭം എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായതിനാണ് എന്ത്, സുദുർലഭം എന്ന് പറയാം. ഇനി സ്ഥിരസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമനസ്കൻ, സ്ഥിരതയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. സ്ഥിരമനസ്കൻ, സ്ഥിരതയുള്ളവൻ എന്നൊക്കെയാണ് എന്ത്, സ്ഥിരസത്വം എന്നുള്ള വേർഡിനർത്ഥം. സ്ഥിരസത്വം എന്ന് പറഞ്ഞാൽ സ്ഥിരമനസ്കൻ, സ്ഥിരതയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. ഇനി സാമന്ത പഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമൻ സ്ഥാപിച്ച ഒരു പുണ്യതീർത്ഥമാണ് എന്ത്, സമന്ത പഞ്ചകം എന്ന് പറയുന്നത്.
ഇനി സ്വാപതേയ സ്ഥൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വിശ്വാസത്തിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് ഉറച്ചു നിൽക്കുന്ന സ്വഭാവത്തിനെയാണ് എന്ത് പറയുന്നത്? സ്വാപതേയ സ്ഥൈര്യം എന്ന് പറയുന്നത്. സ്വാപതേയ സ്ഥൈര്യം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം വിശ്വാസത്തിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവത്തിനെയാണ് പറയുന്നത്. സ്വസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം ഭവിക്കട്ടെ, ആശീർവാദം എന്നൊക്കെയാണ് അർത്ഥം. എന്ത്? സ്വസ്തി എന്ന് പറയുന്നത്. ഹൃദയോന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ വലുപ്പമാണ്. ഒന്നുകൂടെ പറയാം. ശസ്ത്രം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആയുധമായിരുന്നു. ശസ്ത്രവ്യാധി ക്ഷുതകൾ എന്ന് പറയുന്നത് ആയുധം, രോഗം, വിശപ്പ് എന്നിവയാണ്. ശിബിരം എന്ന് പറയുന്നത് പടകുടീരമാണ്. സഞ്ജയൻ എന്ന് പറയുന്നത് ധൃതരാഷ്ട്രരുടെ മന്ത്രിയാണ്. ധൃതരാഷ്ട്ര മന്ത്രിയാണ് ആര്? സഞ്ജയൻ എന്ന് പറയുന്നത്. സത്വരം പറഞ്ഞാൽ പെട്ടെന്നാണ്. സത്വരം എന്താണ്? പെട്ടെന്നാണ്. സാനുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുജനോടൊപ്പം എന്നാണ് അർത്ഥം. സുഹൃത ലോകം എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തവരുടെ ലോകമാണ്. സുദുർലഭം എന്ന് പറയുന്നത് വളരെ ദുർബലമായ എന്നാണ് അർത്ഥം. സ്ഥിരസത്വം എന്ന് പറയുന്നത് സ്ഥിരമനസ്കൻ, സ്ഥിരതയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. സമന്ത പഞ്ചകം എന്ന് പറയുന്നത് പരശുരാമൻ സ്ഥാപിച്ച ഒരു പുണ്യതീർത്ഥാണ് എന്ത്? സമന്ത പഞ്ചകം എന്ന് പറയുന്നത്. സ്വാപതേയ സ്ഥൈര്യം എന്ന് പറയുന്നത് സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവത്തിനെയാണ് എന്ത് പറയുന്നത്? അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവത്തിനെയാണ് സ്വാപതേയ സ്ഥൈര്യം എന്ന് പറയുന്നത്. സ്വസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം ഭവിക്കട്ടെ, ആശീർവാദം എന്നൊക്കെയാണ് സ്വസ്തി എന്നുള്ള വേർഡിനർത്ഥം. ഹൃദയോന്നതി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ വലിപ്പമാണ്. ഇത് സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നത് വേണ്ടി നമ്മൾ ഇതിനു മുമ്പ് പ്രലോഭനത്തിൽ ഒരു വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? നിൽക്കമതീയ മതി. നിൽക്കമതീയ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളതാണ്. ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളതിൽ അധോതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടിത്തട്ട് എന്നാണ് അർത്ഥം. അധോതലം എന്ന് പറയുന്നത് അടിത്തട്ട് എന്നാണ് അർത്ഥം. അന്ധതമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂരിരുട്ട് എന്നാണ് അർത്ഥം. അന്ധതമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂരിരുട്ട് എന്നാണ് അർത്ഥം. അനാദി എന്ന് പറയുന്നത് ആരംഭമില്ലാത്ത അല്ലെങ്കിൽ നിത്യമായതിനാണ് അനാദി എന്ന് പറയുന്നത്. അധോതലം എന്ന് പറയുന്നത് അടിത്തട്ടാണ്. അന്ധതമസ് എന്ന് പറയുന്നത് കൂരിരുട്ടാണ്. അനാദി എന്ന് പറയുന്നത് ആരംഭമില്ലാത്ത അല്ലെങ്കിൽ നിത്യമായ എന്നൊക്കെയാണ് അർത്ഥം. ഉദയപൂർവ്വ നിമിഷം എന്ന് പറയുന്നത് ഉദയത്തിന് മുമ്പുള്ള സമയമാണ്. ഉദയപൂർവ്വ നിമിഷം എന്ന് പറയുന്നത് എന്താണ്? ഉദയത്തിന് മുമ്പുള്ള സമയമാണ്. ഏകാഗിത എന്ന് പറയുന്നത് ഒറ്റയ്ക്കാവുന്ന അവസ്ഥയാണ്. ഏകാഗിത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റയ്ക്കാവുന്ന അവസ്ഥയാണ്. കുടിലത എന്ന് പറയുന്നത് ചതിവാണ്. ക്ഷതം മുറിവാണ്. കുടിലത എന്ന് പറയുന്നത് ചതിവാണ്. ഏകാഗിത എന്ന് പറയുന്നത് ഒറ്റയ്ക്കാവുന്ന അവസ്ഥയാണ്. ഉദയപൂർവ്വ നിമിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദയത്തിന് മുൻപുള്ള സമയത്തിനാണ് ഉദയപൂർവ്വ നിമിഷം എന്ന് പറയുന്നത്. അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭമില്ലാത്ത അല്ലെങ്കിൽ നിത്യമായതിനാണ് അനാദി എന്ന് പറയുക. അന്ധതമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂരിരുട്ടാണ്. അധോതലം എന്ന് പറയുന്നത് അടിത്തട്ടാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത അർത്ഥം നോക്കാം. ചാബല്യം എന്ന് പറയുന്നത് എന്താണ്? ചാബല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കമാണ്. ചാബല്യം എന്ന് പറയുന്നത് ഇളക്കമാണ്. നിഗൂഢത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം. നിഗൂഢത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം. പ്രാരംഭം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പ്രാരാബ്ദം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പ്രാരാബ്ദം എന്താണ്? നിഗൂഢത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം. പ്രാരാബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രാരാബ്ദം എന്താണ്? ബുദ്ധിമുട്ടാണ്. മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ധാരണയാണ്. മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെറ്റായ ധാരണ എന്നാണ് അർത്ഥം. വിജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനമില്ലാത്ത അവസ്ഥയാണ്. വിജനത എന്താണ്? ജനമില്ലാത്ത അവസ്ഥയാണ്. വിനാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഴികയുടെ 1/60 ഭാഗത്തിനാണ് എന്ത്? വിനാഴിക എന്ന് പറയുന്നത്. അത് ഏകദേശം 24 സെക്കൻഡ് ആണ്. വിനാഴിക എന്ന് പറയുന്നത് 24 സെക്കൻഡ് ആണ്. നാഴികയുടെ 1/60 പങ്കാണ് എന്ത്? വിനാഴിക എന്ന് പറയുന്നത്. സങ്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതി എന്നാണ് അർത്ഥം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അധോതലം എന്ന് പറയുന്നത് അടിത്തട്ടാണ്. അന്ധതമസ് എന്ന് പറയുന്നത് കൂരിരുട്ടാണ്. അനാദി എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്ത നിത്യമായ എന്നൊക്കെയാണ് അർത്ഥം. ഉദയപൂർവ്വ നിമിഷം എന്ന് പറയുന്നത് ഉദയത്തിന് മുമ്പുള്ള സമയമാണ്. ഏകാഗിത എന്ന് പറയുന്നത് ഒറ്റയ്ക്കാവുന്ന അവസ്ഥയാണ്. കുടിലത എന്ന് പറഞ്ഞാൽ ചതിവാണ്. ക്ഷതം മുറിവ്. ചാബല്യം എന്ന് പറയുന്നത് ഇളക്കമാണ്. നിഗൂഢത മറഞ്ഞിരിക്കുന്നതാണ്. പ്രാരാബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രാരാബ്ദം എന്താണ്? ബുദ്ധിമുട്ടാണ്. മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ധാരണയാണ്. വിജനത എന്ന് പറഞ്ഞാൽ ജനമില്ലാത്ത അവസ്ഥ. വിനാഴിക എന്ന് പറയുന്നത് നാഴികയുടെ 1/60 പങ്കിനെയാണ് വിനാഴിക എന്ന് പറയുന്നത്. സങ്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിയാണ്. ബാക്കി അർത്ഥങ്ങളും ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ നാളെ നോക്കാം.